കേരളയിൽ ഞങ്ങൾ റദ്ദാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ കിട്ടാത്തതും ഇവിടുത്തെ BJP അടക്കം എതിർക്കുകയും ചെയ്യുന്ന സംഗതിയായിരുന്നു കേരളയിൽ. അത് റദ്ദാക്കി. ഗൺമാന്മാരുടെ കാര്യത്തിൽ കേസെടുത്തു. PMCയുടെ കാര്യത്തിൽ എന്താണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്? അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല എന്ന് ഈ സർക്കാർ തുടക്കത്തിലെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനും ഇല്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നമുക്ക് തരേണ്ട ഫണ്ട് കൃത്യമായി തരുന്നില്ല എന്ന പ്രശ്നത്തിനകത്ത് അവർക്ക് പോയിന്റ് ഉണ്ടോ? ഇല്ല. ധവളപത്രം പുറത്തിറങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയതുള്ള ഫണ്ട് അലോക്കേഷൻ ഇഷ്യൂവിൽ കേരളത്തോടക്കമുള്ള സംസ്ഥാനങ്ങളോട് non-BJP ഭരണകൂടങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് എടുക്കേണ്ട കാര്യം ചോദിച്ചാൽ ഞങ്ങൾ PMCയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നത് ആ മാൻഡേറ്റിന്റെ ബലമായിട്ടാണ്. ഞങ്ങൾ PMCയിൽ നിന്ന് പിന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് എന്ത് തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടായാലും ഞങ്ങൾക്ക് അത് വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത് അവർ ആദ്യത്തെ ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ കേന്ദ്രമായിട്ട് മുട്ടണ്ടെന്ന്. അത് ഈ സർക്കാരിന്റെ മുമ്പും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും CPIM അടക്കമുള്ള CPIM പറഞ്ഞു ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നില്ല, നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ GST നഷ്ടപരിഹാരം തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു നിലയ്ക്ക് പിന്തുണയ്ക്കാതിരുന്നു. അവർ അധികാരത്തിൽ വന്നതിന് ശേഷവും കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ലൈൻ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അല്ലെ PMCയിൽ നിന്ന് മുന്നോട്ട് വന്ന പാട്? PMC ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു മുന്നണി അധികാരത്തിൽ വന്നിട്ട് പറയാണ്, നേരത്തെ പറഞ്ഞ പോലെ ആഴകുഴമ്പൻ വർത്താനം പറയാണ്. അത് തികഞ്ഞ ജനവഞ്ചനയാണ്, വോട്ട് ചെയ്ത മനുഷ്യന്മാരുള്ള വഞ്ചനയാണ്. അപ്പോൾ UDF സിമ്പിളാണ്, നീട്ടി പരത്തി പറഞ്ഞ കാര്യമില്ല. കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു തർക്ക വിതർക്കത്തിന്, ഒരു സംഘർഷത്തിന് അവർ തയ്യാറല്ല. നോക്കൂ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പോലും ഞങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡൽഹി പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം സംസ്ഥാനങ്ങളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുണ്ട് എന്ന കാര്യം. പക്ഷെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെയും പരമാവധി മെയ്വഴക്കത്തിന്റെ പാതയിൽ കേന്ദ്ര സർക്കാരുമായി പോകാമെന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങേറ്റം ജനവഞ്ചനയാണ്. പറഞ്ഞ രാഷ്ട്രീയം 100% പ്യൂർ ആയിട്ടുള്ള ഞങ്ങളുടെ സംവിരുദ്ധത എന്നൊക്കെ പറയുന്ന സംഗതി തട്ടിപ്പാണെന്ന് വെളിപ്പെടുന്ന ഒന്നാണ്. അത് ഇവരുടെ കാഴ്ചപ്പാടിനകത്തും ഇവരുടെ സൂക്ഷ്മതയ്ക്കകത്തും എപ്പോഴും പ്രശ്നമുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ഉറച്ച കേരളത്തിന്റെ ബദൽ രാഷ്ട്രീയം പറയാനുള്ള ശേഷി ഇപ്പോഴും പ്രകടമാക്കാൻ UDF പറ്റിയിട്ടില്ല എന്നുള്ളതാണ് UDF വോട്ട് ചെയ്ത മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നിരാശ.